അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാൻ അതിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ പാഠം അഊദു ബിറബ്ബിൽ ഫലക്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ സൂറത്തുൽ ഫലക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സൂറത്തുൽ ഫലക്ക് അവതരിക്കാനുണ്ടായ സാഹചര്യവും അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തദ്രീബാത്ത്. നഖ്റ നമുക്ക് വായിക്കാം. നഫാസത്തുൻ അതിൻ്റെ ജംഅ് നഫാസാത്ത്. ജംഅ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. ദീനാറുൻ ജംഅ് ദനാനീർ. ഉഖ്ദത്തുൻ ജംഅ് ഉഖദ്. ബിന്ദുൻ ജംഅ് ബനാത്തുൻ. മക്തൂബത്തുൻ ജംഅ് മക്തൂബാത്ത്. ഷെയ്ഉൻ ജംഅ് അഷിയാ. മർറത്തുൻ ജംഅ് മറാത്ത്. റഈസുൻ ജംഅ് റുഅസാ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇദുൽ ജുമൽ. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടിട്ട് ആ വാക്കുകൾ വരുന്നത് പോലെ നമ്മൾ വാക്യം നിർമ്മിക്കാനുള്ളതാണ്. 1 ഇഹ്ദ. അപ്പോൾ ആ വാക്ക് വരുന്നത് പോലുള്ളൊരു വാക്യം. സൂറത്തുൽ ഫലക്കി ഇഹ്ദൽ മുഅവ്വിദത്തൈനി. 2 ഇന്ദ. ഹിയ മിമ്മാ തുത്ലബു ഖിറാഅതുഹാ ഇൻദൽ ഈവാഇ ഇലൽ ഫിറാഷ്. യ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉഖ്ബ തഅവ്വദു ബിഹിമാ. നാലാമത്തേത് ഹുമ. ഹുമ ഇഹദ അശ്റത ആയത്തൻ. അടുത്ത് കുല്ലമ. കുല്ലമ ഖറ ആയത്തൻ മിൻ ഹുമ ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ. അടുത്തത് നോക്കൂ. നക്തുബു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതുക. 1 കാന നബീലുൻ അഗ്ലമന്നാസ്. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്കി കൊടുത്തിരിക്കുന്നത് എഴുതണം. രണ്ടാമത്തത് കാന ലബീദുൻ. കാന ലബീദുൻ അസ്ഹറൽ യഹൂദി. 3 കാന അലിയുൻ. കാന അലിയുൻ അസ്ഹറന്നാസ്. 4 കാന ഹുസൈനുൻ. കാന ഹുസൈനുൻ അഅ്കലന്നാസ്. അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന. അർത്ഥം എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതുക. ഫലക്കുൻ പ്രഭാതം. ആസിക്കുൻ ഇരുൾ മുറ്റിയ രാത്രി. ഫിറാഷുൻ വിരിപ്പ്. റുക്കിയത്തുൻ മന്ത്രം. സുമ്മുൻ വിഷം. സക്കമുൻ രോഗം. മുതഅവ്വിദുൻ അഭയം തേടുന്നവൻ. വത്തറുൻ ഞാൺ. ഉഖ്ദത്തുൻ കെട്ടുകൾ. ഷമുൻ മെഴുക്. ഇബുറത്തുൻ സൂചി. വത്തറുൻ ഞാൺ. അടുത്ത നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ ചോദ്യങ്ങളൊക്കെ നമുക്ക് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ഉത്തരങ്ങൾ എഴുതാം. 1 മൽ ഔഖാത്തുല്ലത്തി തുത്ലബു ഫീഹാ ഖിറാഅത്തുൽ ഫലക് വന്നാസ്. അതിൻ്റെ അർത്ഥം സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും പാരായണം സുന്നത്തുള്ള സമയങ്ങൾ ഏവ. ഉത്തരം പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും സിഹ്ർ, വിഷം, രോഗം, കണ്ണീറ് തുടങ്ങിയവയ്ക്ക് മന്ത്രിക്കുന്ന സമയത്തും ഇവ ഓതൽ സുന്നത്താണ്. രണ്ടാമത്തെ ചോദ്യം. മാതാ കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ ഇല ഫിറാഷിഹി. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് എത്തിയാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ് എന്നിവ കൈകളിലേക്ക് ഊതുകയും ശരീരത്തിൽ സാധ്യമായ സ്ഥലത്തെല്ലാം കൈകൾ കൊണ്ട് തടവുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം. മനിൽ യഹൂദിയുല്ലദി സഹറ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ചെയ്ത യഹൂദി ആരാണ്? ഉത്തരം ലബീദ് ബിനുൽ അഅ്സം. നാലാമത്തെ ചോദ്യം. കൈഫ സഹറൽ യഹൂദിയു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ചെയ്തത്? ഉത്തരം ലബീദും അവൻ്റെ പെൺമക്കളും ഒരു ചരടിൽ 11 കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമുണ്ടാക്കുകയും അതിൽ 11 സൂചികൾ കുത്തിവെക്കുകയും അവയെല്ലാം ഒരു കിണറിൽ കുഴിച്ചിടുകയും ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം.
കൈഫ ജഅലല്ലാഹു ലബീദ ബിനൽ അഅസം ഫീ ഖൈബത്തിൻ വ ഫളീഹത്തി ഫീ സിഹ്രിഹി. അതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് ലബീദ് ബിനുൽ അഅസമിനെ അള്ളാഹു മാനക്കേടിലാക്കിയത്? ഉത്തരം, സിഹ്ർ ചെയ്ത സംഭവവും സ്ഥലവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഅവ്വിദത്തൈനി സൂറത്തുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവ പാരായണം ചെയ്യുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബീദിൻ്റെ സിഹ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ഇത് ലബീദിനെ മാനക്കേടിലാക്കുകയും ചെയ്തു. അടുത്തത് തഹ്സീസ്. അസൈൻമെന്റ് എഴുതാനുള്ളതാണ്. നൊഇദു തഫ്സീറ സൂറത്തുൽ ഫലകി ഫീ ലുഗത്തിന. അതിൻ്റെ അർത്ഥം, മാതൃഭാഷയിൽ സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീർ തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം. നബിയെ, തങ്ങൾ പറയുക, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവനും രക്ഷ തേടുന്നവനുമായിക്കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു, ഞാൻ അഭയം തേടുന്നു. അവൻ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളുടെ ദ്രോഹത്തിൽ നിന്നും, ഇരുൾ മുറ്റിയ രാത്രിയുടെ ദ്രോഹത്തിൽ നിന്നും, ഇരുൾ മുന്നിട്ടു വന്നാൽ ചരടുകളുടെ കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരായ വ്യക്തികളുടെ ദ്രോഹത്തിൽ നിന്നും, അസൂയക്കാർ അസൂയ കാണിച്ചാലുണ്ടാവുന്ന ദ്രോഹത്തിൽ നിന്നും. തഹ്സീസ്. അതിലെ രണ്ടാമത്തത്, നൊഇദു ഫിക്റതൻ അൻ സിഹിരി ലബീദ് ബിനുൽ അഅസം. അതിൻ്റെ അർത്ഥം, ലബീദ് ബിനുൽ അഅസം സിഹ്ർ ചെയ്തതിനെ കുറിച്ച് ഖണ്ഡിക തയ്യാറാക്കുക. ഉത്തരം, ജൂതന്മാരിൽ ഏറ്റവും കൂടുതൽ സിഹ്ർ ചെയ്യുന്ന ആളായിരുന്നു ലബീദ് ബിനുൽ അഅസം. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ യഹൂദി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ സിഹ്ർ ചെയ്യാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. കാരണം ആ നേതാക്കൾ ചെയ്ത സിഹ്റൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. അവർ സിഹ്ർ ചെയ്യാൻ 3 ദീനാർ അദ്ദേഹത്തിന് നൽകി. അവനും അവൻ്റെ പെൺമക്കളും ഒരു ചരടിൽ 11 കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമുണ്ടാക്കുകയും ആ രൂപത്തിൽ 11 സൂചികൾ കുത്തിവെച്ച് അവയെല്ലാം ഒരു കിണറിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇത്രയാണ് നമ്മൾ അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.